തിരുവനന്തപുരം നന്തങ്കോട് ഒരു കൊലപാതകം നടന്നു. കേതൽ ജിൻസൺ രാജയായിരുന്നു ആ കൊലപാതകം ചെയ്തത്. 4 പേരെയാണ് കൊന്നത്. കൂട്ടക്കൊലയായിരുന്നു. അന്ന് ഇയാൾ ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞത് താൻ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുകയായിരുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി ദൂരത്തൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇയാൾ മാനസിക രോഗം ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആയിരുന്നു പെരുമാറിയിരുന്നത്. പോലീസ് വൈദ്യസഹായം ഉപയോഗിച്ചൊക്കെ പരിശോധിച്ചപ്പോൾ അങ്ങനെ അല്ല എന്നും വീട്ടുകാർ അവഗണിച്ചതിലുള്ള മനപ്രയാസം കൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് തെളിഞ്ഞു. എങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാമല്ലോ, ഇവിടെ ഇലന്തൂരുണ്ടായ കൊലപാതകം, മന്ത്രവാതകത്തിൻ്റെ പേരിൽ 2 സ്ത്രീകളെ കൊലപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴായി മന്ത്രവാദ കൊലപാതകങ്ങൾ നടക്കുന്നു. ഇപ്പോൾ കേതൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം നേടിയിട്ടും കേരളത്തിൽ ഇത്തരം പ്രവണതകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്? അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് പറയാൻ അസാധ്യമാണ്. കാരണം സമൂഹത്തിൻ്റെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക ഘടനകൾ വളരെ സങ്കീർണമായിട്ടുള്ള രീതിയിലാണ് രൂപപ്പെട്ടു വരുന്നത്. പലപ്പോഴും അതിൻ്റെ ഒരു മേൽക്കൈയാണ് സമൂഹത്തിൻ്റെ പൊതു സ്വഭാവമായിട്ട് നമ്മൾ വിലയിരുത്താറുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു സയൻറ്റിഫിക് മൈൻഡ് എന്ന് പറയുന്നത് ഉണ്ടാകേണ്ടതാണ് എന്നൊരു ഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള രീതിയിൽ ഉയർന്നു വന്നിരുന്നു. ആ സയൻറ്റിഫിക് മൈൻഡിൻ്റെ രൂപീകരണത്തിൽ നമുക്ക് വലിയ ഒരു മാതൃകയായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണ് ഈ സയൻറ്റിഫിക് മൈൻഡ് എന്ന് പറയുന്നതിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന തരത്തിൽ ആദ്യകാലങ്ങളിൽ അങ്ങനെ സംസാരിച്ചിരുന്നു. എന്താണ് നമ്മളുടെ ഒരു സയൻറ്റിഫിക് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നൊരു വാക്കാണല്ലോ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അത് യുക്തിഭദ്രമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ വിലയിരുത്തുകയും ശരിയും തെറ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ പലപ്പോഴും മനുഷ്യൻ അതിൽ നിന്ന് തെറ്റിപ്പോകാറുണ്ട്. അങ്ങനെയാണ് അവൻ അന്ധവിശ്വാസത്തിന് അടിപ്പെട്ടു പോകുന്നത്. വിദ്യാഭ്യാസം ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് അന്ധവിശ്വാസം ഇല്ലാതാകും എന്ന് കരുതരുത്. നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവുകയുള്ളൂ. സയൻസ് പഠിച്ചതിൻ്റെ പേരിൽ കുട്ടികളൊന്നും ഈ ശാസ്ത്ര മനസ്സുള്ള കുട്ടികളായി മാറണമെന്നില്ല. അവർക്കും ഈ അന്ധവിശ്വാസം ഉണ്ടാകാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും മന്ത്രവാദം എന്ന് പറയുന്നതും കൂടോത്രം എന്ന് പറയുന്നതും ഒക്കെ ആളുകൾ കൂടെ കൊണ്ടു നടക്കുന്നത്. മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെകുത്താൻ സേവ പോലെയുള്ള പരിപാടികളെല്ലാം നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേതൽ ജിൻസൻ്റെ കാര്യത്തിൽ അവൻ ചെകുത്താൻ സേവയൊക്കെയുള്ള ഒരുത്തനായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതെ, ഏതാണ്ട് 10-12 വർഷമായിട്ട് കേതൽ സാത്താൻ സേവ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അയാളുടെ ഈ മൊബൈലിൽ നിന്ന്, കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയ വിവരം. ഈ ഡാർക്ക് വെബിൽ ഇതിനെ പറ്റിയിട്ട് വലിയ സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തുകയും ഇയാൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ, ഈ കൊലപാതകത്തിന് ആസൂത്രണം ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മഴു വാങ്ങിച്ചാണ് 4 പേരെ വെട്ടി കൊലപ്പെടുത്തുന്നത്. അത് കവർ ചെയ്യാനായിട്ട് പോളിത്തീൻ കവർ വാങ്ങിക്കുന്നു, പെട്രോൾ വാങ്ങിക്കുന്നത്, കഴുകാൻ, ആ കൊലപാതകം നടത്തിയ സ്ഥലം കഴുകാനായിട്ട് ലോഷൻ വാങ്ങിക്കുന്നു. അങ്ങനെയൊക്കെ വളരെ ആസൂത്രണമാണ്. അപ്പോൾ കൊലപാതകമാണ് ലക്ഷ്യം എന്നുള്ളത് ഇതിൽ നിന്ന് തെളിയുന്നു. ഈ പറയുന്ന മന്ത്രവാദമൊക്കെ പിന്നാമ്പുറ കഥയാണ് എന്നുള്ളതാണ് എനിക്കധികം തോന്നിയത്. അതെ, മന്ത്രവാദം പിന്നാമ്പുറ കഥയായിരിക്കും. പക്ഷേ മന്ത്രവാദമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഊർജം. കാരണം ഈ ബന്ധുക്കളെ ഒക്കെ കൊന്നു കഴിഞ്ഞാൽ അവരുടെ ആത്മാവെല്ലാം നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് കഴിയുമെന്നും അങ്ങനെ ആഗിരണം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് വലിയ ശക്തി ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്ന ചില സമൂഹങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ലാറ്റിൻ അമേരിക്കയിൽ ഉള്ള ചില സമൂഹത്തിൻ്റെ രീതികളാണ് ഇയാൾ പിന്തുടരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് നവാജോ സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്കിൻ വാക്കർമാർ എന്ന് പറയുന്നത്. അതായത് സ്കിൻ വാക്കർമാരെ പറ്റി പറയുന്ന ഈ നാൽ ലൂഷി എന്ന് പറയുന്നത് 4 കാലിൽ നടക്കാൻ കഴിയുന്നവർ എന്ന് പറയുന്ന ഒരു ഇതാണ് അവർ പറയുന്നത്. നവാജോ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളായിട്ടുള്ളവരെ കൊലപ്പെടുത്തി അവരുടെ ആത്മാവിനെ ശരീരത്തോട് ചേർക്കാൻ കഴിയുമെന്നും അതിലൂടെ വലിയ സിദ്ധി കിട്ടുമെന്നും ഈ സിദ്ധിയിലൂടെ 4 കാലികളായിട്ടൊക്കെ ഓടി നടക്കാൻ കഴിയും. അതായത് ഈ വുൾഫ്, ചെന്നായ, നായ അതുപോലുള്ള മൃഗങ്ങളായിട്ടൊക്കെ വേഗത്തിൽ സഞ്ചരിക്കാനും ഈ ആത്മാവിനെ പരകായം ചെയ്യാൻ, പല സ്ഥലത്തേക്ക് പോകാനും കഴിയുമെന്നുള്ളൊക്കെയുള്ള വലിയ അന്ധവിശ്വാസം അവർ പുലർത്തുന്നുണ്ട്. അവരുടെ നാടോടി കഥകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതുള്ളത്. ചിലരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്, സ്കിൻ വാക്കേഴ്സ് ഉണ്ടെന്നുമൊക്കെയുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഇങ്ങനത്തെ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ശരീരം കൊന്നുകൊണ്ട് ആത്മാവിനെ സ്വീകരിച്ച് ഇങ്ങനെ നമ്മുടെ
ശരീരത്തിൽ ശക്തി വർദ്ധിപ്പിക്കാമെന്നാണ്. അതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ ഇവിടെ ഒടിയനായി മാറുന്നത് പോലെ ഉള്ള ഒരു രീതിയാണ് ഈ ജിൻസൺ ഉപയോഗിച്ചതെന്ന് പറയുന്നത്. സാർ പറഞ്ഞാൽ വളരെ ശരിയാണ്. അതെ, പഴയ കാലത്ത് നമ്മളിപ്പോൾ ഒടിയൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമാണ്. കാരണം നമ്മളുടെ നാടോടി വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ കിടക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ഈ പരകായ പ്രവേശം എന്ന് പറയുന്നത് നമ്മളുടെ മന്ത്രവാദ സിദ്ധികളിൽ ഉള്ള ഒരു സംഭവമാണ് ശരിക്കും. അത് പിന്തുടരുകയും അങ്ങനെയായി തീരുകയും ചെയ്യുന്ന ഒരു ഭ്രാന്ത് ഈ കാലത്ത് നിലനിൽക്കുന്നത് നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ടെമ്പർ നമ്മളുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പോൾ ശാസ്ത്രം പഠിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഒരു വസ്തുവും ഇല്ലായ്മയിൽ നിന്ന് നിർമ്മിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു വസ്തുവിനെ അതുപോലെ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാനായിട്ട് കഴിയുകയില്ല എന്നാണ്. ഇപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന നിലക്ക് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ശരിക്കും. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് വൺ ഫോം ടു അനദർ ഫോം എന്നേ പഠിപ്പിക്കുന്നുള്ളൂ. ശാസ്ത്രത്തിൽ അതാണ് പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷേ നമ്മളുടെ ആളുകൾ അതിനെയൊക്കെ വിസ്മരിച്ച്, നമുക്ക് തന്നെ അറിയാം, സത്യസായി ഭാവയെ പോലെയുള്ളതായിട്ടുള്ള വലിയ ഭക്തർ അവർ കാണിക്കുന്ന, ഇപ്പോൾ കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ലഡു വന്നിരിക്കും. അത് വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ കൈ കമിഴ്ത്തി കാണിച്ചാൽ ഈ കയ്യിൽ നിന്ന് ഭസ്മം താഴോട്ട് ഇങ്ങനെ വീഴും. ഇതെല്ലാം അത്ഭുത സിദ്ധികളും മായാക്കാഴ്ചകളുമാണ്. ഇതിലൂടെയാണ് പലപ്പോഴും ഈ വിശ്വാസ വർഗത്തെ സ്വാധീനിക്കാനായിട്ട് ഇവർക്ക് കഴിയുക. പക്ഷേ ഇതൊക്കെ ശരിയാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന കുറേ ആളുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്നാണ്. ഇലന്തൂർ നരബലി ഉണ്ടാകുന്നതിന് കാരണം അതാണല്ലോ ശരിക്കും. അപ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് ആളുകളെ കൊന്ന് അതിൻ്റെ രക്തം കുടിച്ചാൽ, അതല്ലെങ്കിൽ ആളുകളെ കൊന്നു തീർത്താൽ അവരുടെ ആത്മാവ് നമ്മളിലേക്ക് സന്നിവേശിക്കുക. ആത്മാവ് എന്താണെന്നും യഥാർത്ഥത്തിൽ ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളുടെ ഭാരതീയമായിട്ടുള്ള തത്വശാസ്ത്രങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്തും ഈ ആത്മാവിനെക്കുറിച്ചുള്ളതായിട്ടുള്ള കൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നത് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ശരിക്കും പറഞ്ഞത്. കാരണം അദ്വൈത സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്ന ആ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ലോകത്ത് ഒരേ ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ. ആ യാഥാർത്ഥ്യത്തിൻ്റെ പല ഭാഗങ്ങളാണ് നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യ ജീവിതങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടാണ്. തത്വമസി എന്ന് പറയുന്ന സമയത്ത്, ദാറ്റ് ദോ ആർട്ട്, അത് നീ തന്നെയാണ് എന്ന് പറയുന്ന സമയത്ത്, ഈ ദൈവത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എന്നും അത് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരുണ്ടാവുന്നതും എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റ് ഉണ്ട്. അതല്ല ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന. മന്ത്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭിചാര പ്രക്രിയയാണ്. ആഭിചാര പ്രക്രിയ എന്ന് പറയുന്നത് ഈ ആത്മാവിനെ സ്വാംശീകരിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പരകായ പ്രവേശം നടത്തിയോ ഒക്കെ അസാധാരണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയ മണ്ടത്തരങ്ങൾ അത് വലിയ വിശ്വാസമായിട്ട് കൊണ്ടു നടക്കുകയും ആ വിശ്വാസത്തിൻ്റെ ഘോഷയാത്രത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള മനുഷ്യർ ഇത്തരത്തിലുള്ള ഭീമമായിട്ടുള്ള കൊലപാതകങ്ങൾ, മുട്ടക്കൊലപാതകങ്ങൾ ഒക്കെ നടത്താനായിട്ടുള്ള ശക്തിയുള്ളവരായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കേതൽ ജിൻസൺ എന്ന് പറയുന്ന ഒരുത്തിനെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയൊക്കെ കൊല്ലുന്ന സമയത്ത് ഉറുമ്പിനെ ബ്ലേഡിനെ അറുത്ത് കൊല്ലുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ കയ്യേറുക എന്ന് പറയുന്നത് എത്രയോ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ മഴുവൊക്കെ കൃത്യമായിട്ട് വാങ്ങിച്ച് അതിന് വെട്ടി രക്തം വീഴുന്ന സമയത്ത് ആ രക്തം കഴുകിക്കളയുന്നതിന് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ ശേഖരിച്ച് എത്രയോ ആസൂത്രമായിട്ട് മനുഷ്യൻ്റെ മനസ്സ് തന്നെ എന്ന് പറയുന്ന യന്ത്രം പോലെ മാറിത്തീരുന്ന ഒരു പ്രക്രിയയിലേക്ക് ഈ അന്ധവിശ്വാസം അവരെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ബോധം നടത്താനായിട്ട് നമുക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒരു പ്രതിവിധി കാണാൻ പറ്റുള്ളൂ. ഇവരെ ശിക്ഷിച്ചുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല. പഴയ കാലത്ത് കോടതി കുറ്റവാളികളെ ശിക്ഷിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ആടിനെ മോഷ്ടിച്ചവനെ കോടതി ശിക്ഷിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് മറ്റുള്ളവർക്ക് പാഠമാകണം എന്ന് മാത്രമല്ല, മേലാൽ ആടുകൾ മോഷ്ടിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരാശയവും അതിൻ്റെ പിന്നിലുണ്ട്. ഈ കൊലപാതകങ്ങളിൽ ഇവരെയൊക്കെ ശിക്ഷിക്കുമ്പോൾ നമ്മളുടെ സമൂഹം യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പാഠം ഇതാണ്: ഇതുപോലെ നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്ന് മാത്രമല്ല,
ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പാടില്ല എന്ന് ഒറ്റ മനുഷ്യൻ പോലും ഈ ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്ന ഒരാശയം ശക്തമായിട്ട് സമൂഹത്തിൽ പരക്കാനായിട്ട് കഴിയണം. അത് ആ രീതിയിൽ ചർച്ച ചെയ്തു പോയാൽ മാത്രമാണ് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അത് മാറുള്ളൂ. അല്ലെങ്കിൽ ഒരു കൊലപാതകയെ ശിക്ഷിക്കുന്ന ഒരു ശിക്ഷ മാത്രമായിട്ട് ഈ കേതൽ ജിൻസൻ്റെ ശിക്ഷകൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.